യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ലൈക്ക് ചെയ്യാം, ഫേസ്ബുക്കിൽ നിന്നും ട്വിറ്ററിൽ കമന്റ് ചെയ്യാം, വാട്സാപ്പിൽ നിന്നും ടെലിഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം. ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര സൗകര്യമായിരുന്നു അല്ലേ? ഇതുപോലെ തികച്ചും വ്യത്യസ്തമായ എന്നാൽ പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സമൂഹ മാധ്യമങ്ങളാണ് ഫെഡിവേഴ്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഒരു അക്കൗണ്ട് നിർമ്മിച്ചാൽ ഫെഡിവേഴ്സിൽ ഉൾപ്പെട്ട ഏത് സമൂഹ മാധ്യമത്തിലേക്കും നിസ്സാരമായ ആശയവിനിമയം നടത്താനാകും എന്ന് സാരം. പരസ്പര ബന്ധിതം എന്നർത്ഥമാക്കുന്ന ഫെഡറേഷൻ, ലോകം എന്ന് സൂചിപ്പിക്കുന്ന യൂണിവേഴ്സ് എന്നീ വാക്കുകളിൽ നിന്നുമാണ് ഫെഡിവേഴ്സ് രൂപം കൊണ്ടത്. ആക്ടിവിറ്റി പബ് എന്ന ഓപ്പൺ പ്രോട്ടോകോൾ സാങ്കേതികവിദ്യയാണ് ഇത്തരം പരസ്പര ആശയവിനിമയം സാധ്യമാക്കുന്നത്. അതുകൊണ്ട് നാം തിരഞ്ഞെടുക്കുന്ന ഫെഡിവേഴ്സ് സോഷ്യൽ മീഡിയ ഈ ഓപ്പൺ പ്രോട്ടോകോൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. മാത്രമല്ല, പരസ്യങ്ങളോ അനാവശ്യ നിയന്ത്രണങ്ങളോ വൻകിട കമ്പനികളുടെ ആശയങ്ങൾ നമ്മളിലേക്ക് തള്ളിക്കയറ്റുന്ന അൽഗോരിതമോ ഇല്ലാതെ സുതാര്യമായി നിലനിൽക്കുന്നു എന്നതും ഫെഡിവേഴ്സിന്റെ പ്രത്യേകതയാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്ന മാസ്റ്റഡോൺ, ഇൻസ്റ്റാഗ്രാമിന് സമാനമായ പിക്സൽ ഫെഡ്, യൂട്യൂബിന് പകരക്കാരനായി ഈർട്യൂബ്, റെഡിറ്റിനോട് കിടപിടിക്കുന്ന ലെമ്മി, സ്പോട്ടിഫൈക്ക് പകരമായി ഫങ്ബെയിൽ, ഏറെ പ്രശസ്തമായ മെറ്റയുടെ ത്രെഡ്സ് തുടങ്ങിയവയെല്ലാം ചില പ്രധാന ഫെഡിവേഴ്സ് സമൂഹ മാധ്യമങ്ങളാണ്. ത്രെഡ്സിൽ അക്കൗണ്ട് ഉള്ളവർ സെറ്റിംഗ്സിൽ നിന്നും ഫെഡറേഷൻ എന്ന ഫീച്ചർ ഓൺ ചെയ്തിരിക്കണം എന്ന് മാത്രം. ഭാവിയിൽ മുൻനിര സമൂഹ മാധ്യമങ്ങളും മെസ്സഞ്ചറുകളും ഫെഡിവേഴ്സിലേക്ക് കടന്നു വന്നാൽ പലവിധ അക്കൗണ്ടുകളും പാസ്വേഡുകളും സൂക്ഷിക്കേണ്ട അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം നേടാനാകും എന്ന് പ്രതീക്ഷിക്കും.